ശമൂവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കേട്ടു എന്നാണ്. ഇസ്രായേലിലെ ഒടുവിലത്തെ ന്യായാധിപനും ആദ്യത്തെ പ്രവാചകനുമായ ശമൂവേൽ ലേവി ഗോത്രജനായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:20, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 24-ാമത്തെ വാക്യം, 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 1 മുതൽ 28 വരെയും 33 മുതൽ 38 വരെയുമുള്ള വേദഭാഗങ്ങൾ. പഴയ നിയമകാലത്ത് മോശയ്ക്ക് ശേഷം ജനിച്ചവരിൽ മഹാനായി കരുതപ്പെട്ടു വന്നു. യിരെമ്യാവ് 15-ാം അധ്യായം 1-ാം വാക്യം. പൗരോഹിത്യത്തിൽ ഏലിയുടെ പിൻഗാമിയായിരുന്നു. എഫ്രയീം മലനാട്ടിൽ രാമാഥയീം സോഫീമിൽ എൽക്കാനായുടെയും ഹന്നയുടെയും പുത്രനായി ജനിച്ചു. മക്കളില്ലാതിരുന്നതിനാൽ ഹന്ന മനോവ്യസനത്തോടുകൂടി പ്രാർത്ഥിച്ചു വന്നു. ഒരു പുരുഷ സന്താനം ലഭിച്ചാൽ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് സമർപ്പിക്കും എന്നവൾ നിശ്ചയിച്ചു. അവൾക്ക് ഒരു മകൻ ജനിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ് ശമൂവേൽ എന്നു പേരിട്ടു. 1 ശമൂവേൽ 1-ാം അധ്യായം 1 മുതൽ 20 വരെ. അവന് മുലകുടി മാറിയ ശേഷം മാതാപിതാക്കന്മാർ അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിൽ പ്രതിഷ്ഠിച്ചു. 1-ാം അധ്യായം 28-ാം വാക്യം. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ശമൂവേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏഫോദ് ധരിച്ച് ശുശ്രൂഷ ചെയ്തു. ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി അമ്മ ശമൂവേലിന് നൽകിയിരുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 11, 18, 19 വാക്യങ്ങൾ. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. എന്നാൽ ശമൂവേൽ ദൈവാലയത്തിൽ കിടന്നപ്പോൾ യഹോവ വിളിച്ചവനോട് സംസാരിച്ചു. ദീർഘനാളുകൾക്ക് ശേഷം യഹോവ തൻ്റെ അരുളപ്പാട് അറിയിക്കുകയായിരുന്നു. ഏലിയുടെ കുടുംബത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള അരുളപ്പാട് വിമനസ്സോടെ ഏലിയെ അറിയിച്ചു. ശമൂവേൽ വളർന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമായില്ല. ഇസ്രായേല്യരൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനെന്ന് മനസ്സിലാക്കി. 1 ശമൂവേൽ 3-ാം അധ്യായം 1 മുതൽ 20 വരെ. ഇസ്രായേൽ ഫെലിസ്ത്യരോട് ദാരുണമായി പരാജയപ്പെടുകയും യഹോവയുടെ പെട്ടകം പിടിക്കപ്പെടുകയും ചെയ്തു. അധികകാലവും യഹോവയുടെ നിയമപ്പെട്ടകം കിര്യത്ത് യെയാരീമിലായിരുന്നു. ഇസ്രായേൽ ജനം വിലപിച്ചു. 1 ശമൂവേൽ 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. തങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിക്കുവാനും അന്യദൈവങ്ങളെ മാറ്റിക്കളയുവാനും ശമൂവേൽ ജനത്തെ ഉപദേശിച്ചു. ജനത്തെയെല്ലാം മിസ്പയിൽ കൂട്ടിവരുത്തി. അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സഭയിൽ വെച്ച് ശമൂവേൽ തിരഞ്ഞെടുക്കപ്പെട്ടതായി അഥവാ ജനം ശമൂവേലിനെ ന്യായാധിപനായി അംഗീകരിച്ചതായി കരുതപ്പെടുന്നു. 1 ശമൂവേൽ 7-ാം അധ്യായം 3 മുതൽ 6 വരെ. ഇസ്രായേൽ മിസ്പയിൽ ഒന്നിച്ചുകൂടിയെന്നറിഞ്ഞ് ഫെലിസ്ത്യർ അവരോട് യുദ്ധത്തിന് വന്നു. ശമൂവേൽ ഇസ്രായേലിനു വേണ്ടി യാഗം കഴിച്ച് പ്രാർത്ഥിച്ചു. യഹോവ ഇടിമുഴക്കി ഫെലിസ്ത്യരെ ഭയപ്പെടുത്തി. അവർ തോറ്റോടുകയും ഇസ്രായേൽ അവരെ സംഹരിക്കുകയും ചെയ്തു. വർഷത്തിലെ പ്രസ്തുത ഋതുവിൽ മുമ്പൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പ്രകൃതി പ്രതിഭാസമായിരുന്നു അത്. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പരാജയപ്പെട്ടു. ഇസ്രായേൽ അവരെ ബേത്കാർ വരെ പിന്തുടർന്ന് അവരെ സംഹരിച്ചു. 7-ാം അധ്യായം 11-ാം വാക്യം. ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്നു പേരിട്ടു. 7-ാം അധ്യായം 12-ാം വാക്യം. ഫെലിസ്ത്യർ കീഴടക്കിയിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരികെ കിട്ടി. ഇസ്രായേലും അമോര്യരും തമ്മിൽ സമാധാനമായിരുന്നു. 7-14. ആണ്ടുതോറും ബഥേലിലും ഗിൽഗാലിലും മിസ്പയിലും ചുറ്റി സഞ്ചരിച്ച് ന്യായപാലനം ചെയ്തു വന്നു. 7-ാം അധ്യായം 16, 17 വാക്യങ്ങൾ. രാമയിൽ താമസിച്ച് ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുകയും അവിടെ ഒരു യാഗപീഠം പണിയുകയും ചെയ്തു. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. 7-ാം അധ്യായം 15-ാം വാക്യം. ശമൂവേൽ വൃദ്ധനായപ്പോൾ തൻ്റെ പുത്രന്മാരായ യോവേൽ, അബിയാവ് എന്നിവരെ ന്യായാധിപന്മാരാക്കി. എന്നാൽ അവർ ശമൂവേലിൻ്റെ വഴിയിൽ നടക്കാതെ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളഞ്ഞു. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഇസ്രായേലിന് ഒരു രാജാവിനെ നിയമിക്കണമെന്ന് അവർ ശമൂവേലിനോട് ആവശ്യപ്പെട്ടു. 1 ശമൂവേൽ 8-ാം അധ്യായം 1 മുതൽ 5 വരെ. ശമൂവേൽ പ്രാർത്ഥിച്ചു. യഹോവ കൽപ്പിച്ചതനുസരിച്ച് രാജനീതി എന്തായിരിക്കുമെന്ന് അവരോട് പറഞ്ഞു. എങ്കിലും അവർ രാജാവിനു വേണ്ടി അപേക്ഷിക്കുകയാൽ അവർക്കൊരു രാജാവിനെ വാഴിച്ചു കൊടുക്കുന്നതിനുള്ള ദൈവകൽപ്പന അവരെ അറിയിച്ചു. 1 ശമൂവേൽ 8-ാം അധ്യായം 6 മുതൽ 19 വരെ. ബെന്യാമീൻ ഗോത്രത്തിൽ ധനികനായ കീശന് ശൗൽ എന്നു പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. അവൻ കോമളനും എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനും ആയിരുന്നു.
അപ്പൻ്റെ കാണാതെ പോയ കഴുതകളെ അന്വേഷിച്ചു പോയ വഴിയിൽ ശൗൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. ശമൂവേൽ അവനെ സ്വീകരിക്കുകയും അവൻ്റെ തലയിൽ തൈലമൊഴിച്ച്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. 10-ാം അധ്യായം 1-ാം വാക്യം. ശമൂവേൽ ജനത്തെ മിസ്പയിൽ ഒന്നിച്ചുകൂട്ടി. അവിടെ വെച്ച് രാജാവിനായി ചീട്ടിടുകയും ചീട്ട് ശൗലിന് വീഴുകയും ചെയ്തു. 10-ാം അധ്യായം 17 മുതൽ 25 വരെ. ഇങ്ങനെ ശൗലിനെ ഔപചാരികമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. 1 ശമൂവേൽ 10-ാം അധ്യായം 17 മുതൽ 25 വരെ. അമ്മോന്യനായ നാഹാശ് യാബേസ് നിവാസികൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ് ശൗൽ ജനത്തെ കൂട്ടി അവർക്കെതിരെ ചെന്നു. അവരെ നിശേഷം തോൽപ്പിച്ചു. ശൗലിൻ്റെ രാജത്വം ഉറപ്പിക്കുകയും ശമൂവേൽ ദീർഘമായ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയും ചെയ്തു. 11-ാം അധ്യായം 14 മുതൽ 15 വരെ. തൻ്റെ ന്യായപാലനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അവകാശവാദങ്ങൾ അദ്ദേഹം നിരത്തി. എന്നാൽ പ്രവാചകനെതിരെ ഒരു വാക്കുപോലും പറയുവാൻ ആർക്കുമില്ലായിരുന്നു. 1 ശമൂവേൽ 12-ാം അധ്യായം. ശൗൽ രാജാവായി വാണു തുടങ്ങിയെങ്കിലും ശമൂവേൽ ന്യായാധിപനും പ്രവാചകനുമായി പ്രവർത്തിച്ചു വന്നു. ശൗൽ ഫെലിസ്ത്യർക്കെതിരെ യുദ്ധത്തിലായിരുന്നു. യാഗം നടത്തുവാൻ ഗിൽഗാലിൽ ശമൂവേലിനെ കാത്തിരുന്നു. എന്നാൽ ശമൂവേൽ നിശ്ചിത സമയത്തിന് വരാതിരുന്നതുകൊണ്ട് ശൗൽ ഹോമയാഗം കഴിച്ചു. അത് രാജാവിന് വിഹിതമല്ലായിരുന്നു. യാഗാർപ്പണം അവസാനിക്കും മുമ്പ് തന്നെ ശമൂവേൽ വരികയും അവനെ ശാസിക്കുകയും ചെയ്തു. അവൻ്റെ രാജത്വം നിലനിൽക്കുകയില്ല എന്നും അത് തനിക്ക് ബോധിച്ച ഒരു പുരുഷന് യഹോവ നൽകുമെന്നും ശമൂവേൽ പറഞ്ഞു. 13-ാം അധ്യായം 1 മുതൽ 15 വരെ. ശമൂവേൽ അവനെ വിട്ട് ബെന്യാമീനിലെ ഗിബയയിലേക്ക് പോയി. അമാലേക്യരെ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന കൽപ്പന ശൗൽ അനുസരിക്കാതെ രാജാവായ ആഗാഗിനെ രക്ഷിക്കുകയും തടിച്ച മൃഗങ്ങളെ ജീവനോടെ സൂക്ഷിക്കുകയും ചെയ്തു. ശമൂവേൽ ഇതിന് ശൗലിനെ ശാസിച്ചു. അനുസരണക്കേട് നിമിത്തം യഹോവ ശൗലിനെ ഉപേക്ഷിച്ചു എന്ന് ശമൂവേൽ ശൗലിനെ അറിയിച്ചു. മടങ്ങിപ്പോകുവാൻ ഭാവിക്കുമ്പോൾ ശൗൽ ശമൂവേലിനെ തന്നോടുകൂടെ അവിടെ ആരാധിക്കുവാൻ നിർബന്ധിച്ചു. ശമൂവേൽ കൂട്ടാക്കിയില്ല. ശൗൽ ബലം പ്രയോഗിച്ച് പ്രവാചകനെ പിടിച്ചു നിർത്തുവാൻ ഒരുങ്ങി. അതിൽ ശമൂവേലിൻ്റെ അങ്കി കീറിപ്പോയി. ഇസ്രായേലിൻ്റെ രാജത്വം ഇന്ന് നിങ്കൽ നിന്ന് കീറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. പിന്നെ ആഗാഗിനെ വരുത്തി കൊന്നുകളഞ്ഞു. അവിടെ നിന്നും ശമൂവേൽ രാമയിലേക്ക് പോയി. പിന്നെ ശമൂവേൽ ശൗലിനെ ജീവപര്യന്തം കണ്ടിട്ടില്ല. 15-ാം അധ്യായം 35-ാം വാക്യം. അനന്തരം യഹോവയുടെ കൽപ്പന പ്രകാരം ശമൂവേൽ ബേത്ലഹേമിൽ ചെന്ന് ഇശ്ശായിയുടെ ഇളയ പുത്രനായ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. 16-ാം അധ്യായം 1 മുതൽ 13 വരെ. ശൗൽ ക്രോധത്തിൽ ദാവീദിനെ കൊല്ലാനൊരുങ്ങി. ദാവീദ് ഓടി രാമയിൽ ചെന്ന് ശമൂവേലിനോട് എല്ലാം പറഞ്ഞു. പിന്നെ ദാവീദും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. ഇതറിഞ്ഞ ശൗൽ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചു. ഒടുവിൽ ശൗൽ തന്നെ നയ്യോത്തിൽ ചെന്നു. ശൗലിൻ്റെ മേലും ആത്മാവ് വന്നു. ശൗൽ തൻ്റെ കൃത്യത്തിൽ നിന്നും പിന്മാറി. 1 ശമൂവേൽ 19-ാം അധ്യായം 18 മുതൽ 24 വരെ. ശമൂവേൽ മരിച്ചു. ഇസ്രായേൽ അവനെക്കുറിച്ച് വിലപിച്ചു. രാമയിൽ അവൻ്റെ വീട്ടിനരികിൽ അവനെ അടക്കി. 25-ാം അധ്യായം 1-ാം വാക്യം. ശമൂവേൽ പ്രവാചകന്റെ സ്വഭാവത്തിൽ സവിശേഷ ശ്രദ്ധയ്ക്ക് പാത്രമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ്. മാതാവ് യഹോവയുടെ ശുശ്രൂഷയ്ക്കായി ശമൂവേലിനെ സമർപ്പിച്ചു. ആജീവനാന്തം അദ്ദേഹം ദൈവത്തെ സേവിച്ചു. പ്രതിസന്ധികളിലെല്ലാം യഹോവയിങ്കിലേക്ക് തിരിയുകയും ഉപദേശം പ്രാപിക്കുകയും ചെയ്തു. പ്രവൃത്തികളും തീരുമാനങ്ങളും എല്ലാം യഹോവയുടെ വചനത്തെ അധിഷ്ഠാനമാക്കിയായിരുന്നു. ജനക്ഷേമമായിരുന്നു തൻ്റെ ഭരണത്തിൻ്റെ ലക്ഷ്യം. സ്ഥാനവും മാനവും അധികാരവും അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെല്ലുകയായിരുന്നു. തൻ്റെ ഉപദേശവും ശുശ്രൂഷയും ഗണിക്കാതെ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തിട്ടും പ്രവാചകൻ ജനത്തോട് ഒരു അതൃപ്തിയും പ്രകടിപ്പിച്ചില്ല. ഏകാധിപത്യ സ്ഥാപനത്തിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളെക്കുറിച്ച് ജനത്തിന് മുന്നറിയിപ്പ് നൽകി. തൻ്റെ പിൻഗാമിയായി ശൗലിനെ തിരഞ്ഞെടുത്തപ്പോൾ യാതൊരു വിദ്വേഷവും കാണിക്കാതെ വളരെ സ്നേഹത്തോടും പൈതൃകമായ വാത്സല്യത്തോടുമാണ് അദ്ദേഹം പെരുമാറിയത്. ഇത്രയും വലിയ ഹൃദയ വിശാലതയ്ക്ക് ചരിത്രത്തിൽ മറ്റൊരു ദൃഷ്ടാന്തമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കുക. ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തൻ്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ?
ഒരുത്തൻ്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവൻ്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെയും അവൻ്റെ അഭിഷിക്തൻ്റെയും മുമ്പാകെ എൻ്റെ നേരെ സാക്ഷീകരിപ്പീൻ, ഞാൻ അത് മടക്കിത്തരാം. 1 ശമൂവേൽ 12-ാം അധ്യായം 3-ാം വാക്യം.